അസ്സലാമലൈക്കും. ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു അക്കാസ് വ്ളോഗേഴ്സ്. ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലായിട്ട് വെറൈറ്റി ഒരു വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഞാനിതുവരെ കണ്ടിട്ടില്ല, പക്ഷേ എനിക്കിപ്പം കണ്ടപ്പോൾ എനിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് ആ വീഡിയോ ഒന്ന് എത്തിക്കണമെന്ന് തോന്നി. നിങ്ങളെ കണ്ടിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇത് കണ്ട, ഇത് ഞാനൊരു ബഡിൻ്റെ പ്ലാവിൻ്റെ തൈ മേടിച്ച് വെച്ചാണ്. ചെറുത് 2 എണ്ണമായിരുന്നു മേടിച്ച്. 6 മാസം കായ്ക്കുമെന്ന് പറഞ്ഞത്. കറക്റ്റ് 6 മാസം തന്നെ പ്ലാവ് കായ്ച്ചു. പക്ഷേ ഇത് കണ്ട, അതിൻ്റെ ശിഖരങ്ങളൊക്കെയാണിത്. ഇത് സപ്പോർട്ട് കൊടുത്തിരിക്കുന്നൊരു കമ്പ. ഇത് കണ്ട, ചെറിയ തൈ തന്നെയാണ്, ഇത്രയേ ഉള്ളൂ. പക്ഷേ ഈ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഈ സാധാരണ ബഡ് പ്ലാവിലൊക്കെ ചക്ക കായ്ച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ രീതി കായ്ച്ച് ഞാനിതുവരെ കണ്ടിട്ടില്ല. ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ വെള്ളം ഒഴിച്ചുകൊണ്ട് രാവിലെ വൈകിട്ട് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ ചെന്നപ്പോഴേ കണ്ട ചക്ക കായ്ച്ച് വരുന്നു. അപ്പം ഞാനോർത്ത് ഈ ചക്ക അങ്ങ് പൊഴിഞ്ഞു പോകുമായിരിക്കും എന്നോർത്തു. പിന്നെ ഞാൻ ആലോചിച്ചു, അയ്യോ ഇതന്നെ ഈ ചക്ക എന്നെ ഇങ്ങനെ കായ്ച്ച. സാധാരണ തടിയലൊക്കെ അല്ലേ കായ്ക്കണ്ടേ, തടിയലും കമ്പയിലും ഒക്കെ കായ്ക്കുന്നേ. ഈ ചക്ക അങ്ങനെയല്ല കായ്ച്ചിരിക്കുന്നത്. കണ്ട, ഇത് നമ്മുടെ ഈ പ്ലാവിൻ്റെ ഏറ്റവും തുഞ്ചത്ത് ഭാഗത്ത് കായ്ച്ചിരിക്കുക. ഇനി പ്ലാവിന് മേപ്പോട്ട് വളരാനായിട്ട് സ്ഥലമേ ഇല്ല. കണ്ടോ, അതായത് ഈ വാഴക്കൊലയൊക്കെ വാഴയെ കായ്ക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ ഏറ്റവും തുഞ്ചത്തു നിന്നാണ് ഈ ചക്ക കായ്ച്ചിരിക്കുന്നത്. ഇനി ഈ പ്ലാവ് എങ്ങോട്ട് വളരും? ഇതിനെ ഒരു തണലൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇത് 3-4 ആഴ്ചയായി, ഇപ്പോൾ 1 മാസത്തോളം ആയി. പക്ഷേ ചക്ക പൊഴിഞ്ഞു പോയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഇടാനായിട്ട് തന്നെ ഞാൻ ഒരുങ്ങിയത്. കണ്ടോ, ഇങ്ങനെ ആരെങ്കിലും ചക്ക കായ്ച്ച് പ്ലാവിൻ്റെ തുഞ്ചത്ത് കായ്ച്ച് ചക്ക കണ്ടിട്ടുണ്ടോ എനിക്കറിയത്തില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ഇടണേ. അപ്പോൾ ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. ബഡ് പ്ലാവിലൊക്കെ സാധാരണ ചെറുപ്പത്തിൽ കായ്ക്കും, പക്ഷേ ഇങ്ങനെ ഈ വാഴക്കുല കായ്ക്കുന്നോട്ടോ തുഞ്ചത്തു നിന്ന് ചക്ക കായ്ക്കും. ഇത് ചക്കയായി വരുന്നുണ്ടത്. പക്ഷേ കമ്പുകളിലെല്ലാം അതുപോലെ വരുന്നുണ്ട്. അൽഹംദുലില്ലാ, ഇത് കയറാക്കി എനിക്ക് കിട്ടട്ടെ, ദുആ ചെയ്യാം.